ഒരു നല്ല രാഷ്ട്രീയക്കാരൻ വളരെ നല്ലൊരു നടനും കൂടിയായിരിക്കും. ഈ സിനിമയിലോ നാടകത്തിലൊക്കെ അഭിനയിക്കുന്ന പോലെയല്ല രാഷ്ട്രീയത്തിൽ അഭിനയിക്കാൻ. അസാമാന്യമായ മെയ്വഴക്കം വേണം. നമ്മുടെ മനസ്സിലുള്ള വികാരങ്ങൾ ഒരു കാരണവശാലും മുഖത്തുണ്ടാകാൻ പാടില്ല. മുഖത്ത് കാണുന്ന വികാരങ്ങൾ യഥാർത്ഥത്തിൽ മനസ്സിലുള്ളതാകാനും പാടില്ല. ഒരു മരണ വീട്ടിൽ ചെല്ലുകയാണെങ്കിൽ ഈ മരിച്ചു കിടക്കുന്ന ആളുടെ എത്ര വിരോധവും വൈരാഗ്യം ഉണ്ടെങ്കിലും രാഷ്ട്രീയക്കാരൻ്റെ അഭിനയം കണ്ട നമ്മൾ അന്തിച്ചു. ഇവൻ്റെ അപ്പനാണോ ചത്തത് എന്ന് സംശയിക്കും. അതിലൊക്കെ വളരെ വൈദഗ്ധ്യം നേടിയ ചില നേതാക്കന്മാരുണ്ട്. ഇത് പറയുമ്പോൾ ഒരാളുടെയെങ്കിലും മുഖം നിങ്ങളുടെ മനസ്സിൽ തെളിഞ്ഞു വരും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്താൽ മാത്രമേ ഈ രാഷ്ട്രീയത്തിൽ പിടിച്ചേക്കാൻ പറ്റൂ. കേരള രാഷ്ട്രീയത്തിൽ നമ്മുടെ അറിവിൽ ഏറ്റവും പ്രഗത്ഭനായ നടൻ എന്ന് പറയുന്നത് കെ എം മാണി സാറ്. ഈ മാണി സാറിൻ്റെ അഭിനയം കണ്ടാൽ, ഭാവാഭിനയം കണ്ടാൽ ആരും അന്തം വിട്ടു. അദ്ദേഹം ആയ കാലത്ത് സിനിമയിൽ പ്രവേശിച്ചിരുന്നെങ്കിൽ സത്യനും പ്രേമനസീറും ഒക്കെ തട്ടുമ്പുറത്ത് കയറിയത്. പക്ഷേ നമ്മുടെ ഭാഗ്യം കൊണ്ട് പുള്ളി രാഷ്ട്രീയത്തിലാണ് അഭിനയിച്ച് ഫലിപ്പിച്ച് വിജയിപ്പിച്ച് നാടുവിട്ട് ഈ ഇഹലോകവാസം വെടിഞ്ഞു പോയത്. ഞാനിപ്പോൾ ഇത് പറഞ്ഞതെന്ന് വെച്ചാൽ ശ്രീ കെ സി വേണുഗോപാലിൻ്റെ ഇന്നത്തെ ഭാവാഭിനയം കണ്ടിട്ടാണ്. കെ സി വേണുഗോപാലാണ് ഇന്ന് സത്യത്തിൽ ഈ സതീശൻ്റെ സ്ഥാനലബ്ധിയിൽ ഏറ്റവും അധികം സന്തോഷിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സന്തോഷം കണ്ടാൽ സത്യം പറഞ്ഞാൽ മുഹമ്മദ് ഷിയാസിന് പോലും ഇത്ര സന്തോഷം ഉണ്ടാവില്ല. സതീശൻ്റെ ഭാര്യയ്ക്കോ മകൾക്കോ പോലും സതീശൻ മുഖ്യമന്ത്രി ആവുന്നതിൽ ഇത്ര സന്തോഷം ഉണ്ടാവില്ല. പാണക്കാട് തങ്ങൾക്കോ അല്ലെങ്കിൽ പി കെ കുഞ്ഞാലിക്കുട്ടിക്കോ പി ജെ ജോസഫിനോ സി പി ജോണിനോ അല്ലെങ്കിൽ കെ കെ രമയ്ക്കോ മറ്റാർക്കെങ്കിലും ഇത്ര സന്തോഷം ഉണ്ടാവില്ല. വേണുവിനെ പോലെ സന്തുഷ്ടനായ ഒരാൾ ഇന്നിപ്പോൾ കേരളത്തിലില്ല, കേരള രാഷ്ട്രീയത്തിലില്ല. കാരണം സതീശൻ മുഖ്യമന്ത്രിയായി കാണുന്നത് ഏറ്റവും അധികം ആഗ്രഹിച്ചത് പുള്ളിയാണ്. അതുകൊണ്ടാണ് ഇവിടെ മത്സരിക്കുന്ന ആളുകൾക്കൊക്കെ പുള്ളി കുറേശ്ശെ ഒരു 2 കോടി 1.5 കോടിയൊക്കെ വെച്ച് അഡ്വാൻസ് ചെയ്ത് അവരൊക്കെ ജയിച്ചു വരുമ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആര് വേണം എന്ന് കേന്ദ്ര നിരീക്ഷകർ ചോദിക്കുമ്പോൾ അവരൊക്കെ തന്നെ വേണോട്ടം മതി എന്ന് പറഞ്ഞത് ഇങ്ങനൊരു സാഹചര്യവും ഇങ്ങനൊരു സൗകര്യമുള്ളതുകൊണ്ട്. കാരണം അങ്ങനെ ചെയ്താൽ മാത്രമേ സതീശൻ്റെ പാത കൂടുതൽ സുഗമമാവുകയുള്ളൂ എന്ന കാര്യം വേണുവിനറിയാം. വേണുവിൻ്റെ സത്യത്തിൽ മുഖ്യമന്ത്രി ആവാൻ വേണ്ടിയിട്ടല്ല, അദ്ദേഹത്തിന് എത്ര ശക്തിയുണ്ട് എന്ന് തെളിയിക്കണം. അത് കഴിഞ്ഞ് സതീശൻ ഇതിനൊക്കെ അതിജീവിച്ച് ഘടകകക്ഷികളുടെ പിന്തുണയോടുകൂടി മാധ്യമങ്ങളുടെ പിന്തുണയോടുകൂടി ജയിച്ച് മുഖ്യമന്ത്രി സ്ഥാനം പിടിച്ചെടുക്കുമ്പോൾ വേണുവിന് സന്തോഷിക്കണം. ആ സന്തോഷമാണ് ഏറ്റവും വലിയ സന്തോഷം. അങ്ങനെ സതീശനെ പരമാവധി ക്ലേശിപ്പിക്കുക, അദ്ദേഹത്തിൻ്റെ കഴിവുകൾ പരമാവധി പുറത്തെടുക്കുക, മാധ്യമങ്ങളുടെ പിന്തുണ അദ്ദേഹത്തിന് ഉറപ്പാക്കുക, ഘടകകക്ഷികളുടെ പിന്തുണ, അഗൈതവുമായ പിന്തുണ, കലവറയില്ലാത്ത പിന്തുണ ഉറപ്പാക്കുക. അങ്ങനെ എല്ലാം ഉറപ്പാക്കി കഴിഞ്ഞതിന് ശേഷം സതീശൻ ഹൈക്കമാൻഡിൽ നിന്ന് ഇത് പിടിച്ച് മേടിച്ചെടുക്കുമ്പോൾ വേണു ആ സമയത്തൊരു സന്തോഷമുണ്ട്. ആ സന്തോഷമാണ് നമ്മളിന്ന് കണ്ടത്. വേണുഗോപാൽ മാത്രമല്ല സന്തോഷിക്കുക, നമ്മുടെ നിഷ്പക്ഷ ജിഹാദി എന്ന പേരിൽ അറിയപ്പെടുന്ന ഡോക്ടർ അനിൽ മുഹമ്മദ്, പുള്ളിക്ക് ഭയങ്കര സന്തോഷമായി. അതുപോലെ തന്നെ ഈ ടി വിയിൽ ചർച്ചയ്ക്ക് പോകുന്ന അനിൽ ഭോഷ്ക് എന്ന മറ്റോ പേരുള്ളൊരു വക്കീലുണ്ട്, കുട്ടനാട്ടുകാരനാണ്. പുള്ളി കുട്ടനാട്ടിലെ MLA ആവാൻ വേണ്ടി പരമാവധി ശ്രമിച്ചു നോക്കിയത്. പക്ഷേ എന്ത് ചെയ്യും, അത് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പുകാർ വിട്ടുകൊടുത്തില്ല. പേയ്മെൻറ്റ് സീറ്റാണെന്നൊക്കെ പുള്ളി പരാതി പറഞ്ഞു. പക്ഷേ ആരും ഗൗനിച്ചില്ല. കെ സി വേണുഗോപാൽ പോലും ഗൗനിച്ചില്ല. എന്നാൽ പിന്നെ വേണുവേട്ടനെ സഹായിച്ചളയാന്ന് വിചാരിച്ച് പുള്ളി ചർച്ചയ്ക്ക് വരുന്നത്. പുള്ളിയും ഈ ചാനലിലൊക്കെ വന്നിരുന്ന് വേണുവാണ് മഹാൻ, വേണുവിനെ പോലൊരു യോഗ്യത ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകുകയുമില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആളാണ്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ എന്ത് സംഭവിച്ചു? സതീശൻ മുഖ്യമന്ത്രി. ഇന്നിപ്പോൾ അനിൽ ബോസ് അനുഭവിക്കുന്നൊരു സന്തോഷമുണ്ട്, അത് നമുക്ക് വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാൻ പറ്റുന്നതല്ല. പിന്നെ ഇതുപോലെ വേറൊരാളാണ് ദീപ്തി മേരി വർഗീസ്. ആ അമ്മയുടെ സന്തോഷവും ചെറുതല്ല. ഹൈക്കമാൻഡ് ഒരു തീരുമാനം എടുത്തതാണ്. അത് ഹിമാലയം പോലെ ഉറച്ചതും അറബിക്കടൽ പോലെ അഗാധവുമാണെന്നൊക്കെയാണ് പറഞ്ഞത്. എന്നിട്ട് എന്തു പറ്റി? ഹൈക്കമാൻഡ് മുട്ടുകുത്തി സതീശനും മുഖ്യമന്ത്രിയാക്കിയാണ്. അപ്പോൾ ദീപ്തിക്കും തീർച്ചയായിട്ടും അഭിമാനിക്കാൻ വയ്യുണ്ട്. ഹൈക്കമാൻഡിന് എത്ര ശക്തിയാണെന്ന് ഇപ്പോൾ തെളിഞ്ഞില്ലേ. ഈ ഹൈക്കമാൻഡ് എന്നൊക്കെ പറഞ്ഞാൽ വെറും ലോ കമാൻഡ് പോലുമല്ല, നോ കമാൻഡാണെന്നുള്ളത് ഇന്ന് കൊച്ചുകുട്ടികൾക്ക് വരെ അറിയാം. ദീപാ ദാസ് മുൻഷി എങ്ങനെയാണ് AICC സെക്രട്ടറി ആയത്, AICC ജനറൽ സെക്രട്ടറി ആയത്? താരിഖ് അൻവറിന് അഖിലേന്ത്യാ രാഷ്ട്രീയത്തിൽ എന്ത് വിലയുണ്ട്? പോട്ടെ, അജയ് മാക്കാൻ, ഈ നാട്ടിലെ മാക്കാൻ തവളയ്ക്കുള്ള വില പോലും ഡൽഹിയിലില്ല എന്നുള്ള കാര്യം നമുക്കറിയാം. പക്ഷേ ഇവിടെ ഇരിക്കുന്ന വേറെ ചില ആളുകൾക്കറിയില്ല. അവർ വിചാരിച്ച ഹൈക്കമാൻഡ് എന്ന് വെച്ചാൽ വളരെ പ്രബലമായൊരു സാധനമാണ്. ദേവേന്ദ്രൻ്റെ പകുതി പവറുള്ള എന്തോ സാധനമാണ്. ഒരു പവറും ഇല്ല, മനസ്സിലായില്ലേ? പശ്ചിമ ബംഗാളും പോയി, ബീഹാറും പോയി, ഒഡീഷയും പോയി, ആസാമും പോയി. ആകെ വന്നിട്ട് പോയിട്ട് ഈ കേരളത്തിൽ മാത്രമേ ഉള്ളൂ. CPM-ൻ്റെ പോളിറ്റ് ബ്യൂറോ എന്ന് പറഞ്ഞ പോലെയാണ് കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ്.
കേരളം വിട്ടാൽ പിന്നെ ഹിമാചൽ പ്രദേശിലുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു സ്ഥലത്തുമില്ല. ലോകത്തൊരു സ്ഥലത്തും ഇല്ലാത്ത സാധനമാണ് കോൺഗ്രസ് എന്ന കാര്യം ഇവർക്ക് ആർക്കും അറിയില്ല. ദീപാദാസ് മുൻഷിക്ക് പശ്ചിമ ബംഗാളിൽ പോയിട്ട് പഞ്ചായത്തിലേക്ക് എന്താ ജയിക്കാൻ പറ്റുമോ? പറ്റില്ല. ഒരു പഞ്ചായത്ത് വാർഡിൽ മത്സരിച്ച് ജയിക്കാനുള്ള ശക്തി ഇന്നിപ്പോൾ സോണിയ കോൺഗ്രസ്സിന് പശ്ചിമ ബംഗാളിലില്ല. അപ്പോൾ അവിടെ നിന്നുള്ള ഒരു തീരെ വനിതയാണ് ഇവിടെ വന്നിട്ട് ഇവിടുത്തെ കോൺഗ്രസ്സുകാരെ അച്ചടക്കം പഠിപ്പിക്കാനും നേർവഴിക്ക് നടത്താനും ശ്രമിക്കുന്നത്. താരിഖ് അൻവറിൻ്റെ സ്ഥിതി അതിനേക്കാൾ കഷ്ടമാണ്. ബീഹാറിലാകെ 5-6 MLA അവർ തന്നെ എപ്പോഴാണ് BJPയിലേക്ക് പോകേണ്ടത് നോക്കി ടിക്കറ്റ് എടുത്ത് കാത്തു നിൽക്കുന്ന പ്ലാറ്റ്ഫോമിൽ. ഇതാണ് ബീഹാറിലെ സ്ഥിതി. തമിഴ്നാട്ടിൽ നമുക്കറിയാലോ 5 MLA. അപ്പോൾ ഇത്രയുള്ളൊരു മഹാപാർട്ടിയാണ്. പണ്ടൊരു കാലത്ത് വലിയ ശക്തിയായിരുന്നു മഹാത്മാഗാന്ധിയുടെ, ഡോക്ടർ രാജേന്ദ്ര പ്രസാദിൻ്റെ, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ, സുഭാഷ് ചന്ദ്രബോസിൻ്റെ, സർദാർ വല്ലഭായ് പട്ടേലിൻ്റെയൊക്കെ പാരമ്പര്യമുണ്ട്. പാരമ്പര്യം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട്? ഇനിയുള്ള കാലത്ത് ഇവിടെയുള്ള ആളുകളെയാണ് ബഹുമാനിക്കേണ്ടത്. ഈ AICC പ്രസിഡന്റിനേക്കാളും പവർ പാണക്കാട്ട് തങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ് ഇന്നിപ്പോൾ സതീശൻ കേരളത്തിലെ മുഖ്യമന്ത്രിയാകുന്നത്. കാരണം AICC പ്രസിഡന്റിനും അറിയാം മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റിൻ്റെ ബലം എത്രയാണ്, ശക്തി എത്രയാണ്, അവരുടെ വിലപേശൽ ശക്തി എത്രയാണ്. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കാതെ ഈ TV ചാനലിൽ പോരുന്ന അതും പറഞ്ഞ പോലെ അല്ല. ഈ ഭരണം എന്നൊക്കെ പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്. ഏതായാലും ഇന്നിപ്പോൾ സന്തോഷിക്കുന്ന അനിൽ മുഹമ്മദ്, ദീപ്തി മേരി വർഗീസ്, അതുപോലെ അനിൽ ബോസ്, എല്ലാവരുടെയും തലതൊട്ടപ്പനായ KC വേണുഗോപാൽ, പിന്നെ എല്ലാ രീതിയിലും സതീശൻ്റെ കാലെ പിടിച്ച് വലിച്ച് അദ്ദേഹത്തെ താഴെയിടാൻ ശ്രമിച്ച നമ്മുടെ ഷാഫി പറമ്പിൽ, AP അനിൽകുമാർ, PC വിഷ്ണുദാസ്, മാത്യു കുഴൽനാടൻ, റോജി M ജോൺ, അങ്ങനെ എണ്ണി പറയാൻ തുടങ്ങിയാൽ എല്ലാവരുടെയും പേര് പറയേണ്ടത്. എല്ലാവരുടെയും പേര് പറയേണ്ടത്. ഇനിയിപ്പോൾ ആരെങ്കിലും പേര് ഞാൻ പറയാൻ വിട്ടുപോയാൽ അവർക്ക് വിഷമമാകും. അതുകൊണ്ട് എല്ലാവരുടെയും പേര് പറയുന്നില്ല, ബാക്കിയുള്ളവരുടെയും പേര് പറഞ്ഞതായിട്ട് അവർ കണക്കിലെടുത്തോളും എന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ ഈ മഹായത്നത്തിൽ പങ്കെടുത്ത് സതീശനെ പരാജയപ്പെടുത്താൻ ശ്രമിച്ച എല്ലാവരുടെയും സന്തോഷത്തിൽ പങ്കുചേരുന്നു. ഇനിയും സന്തോഷം നിറഞ്ഞ ദിവസങ്ങളുണ്ടാകട്ടെ. വരുന്ന 5 കൊല്ലവും നമുക്കെല്ലാവർക്കും സന്തോഷിക്കാൻ ഇടവരുത്തട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു.